കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പെട്ടെന്ന് ഞാൻ റീലിൽ തീർത്തിട്ട് പോവാം. അപ്പം എന്താണെന്ന് വെച്ചാൽ 2024 തുടങ്ങിയതാണ്. 2024, 25, 26 3 വർഷമെന്ന് നിങ്ങൾ ആലോചിക്കണം. 3 വർഷമായിട്ട് ഞാൻ ഈ സൈബർ ബുള്ളിങ് അനുഭവിക്കുകയാണ്. ഇത്രയും നാളായിട്ട് തിരിച്ച് ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ക്രിയേറ്റേഴ്സായിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഒരാളുടെ അടുത്ത് ഞാൻ പോയിട്ട് തൊപ്പി ഇങ്ങനെയാണ്, തൊപ്പി ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ തെളിവ് കാണിക്കാനോ ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല. ഞാൻ ആ ഹേറ്റ് മൊത്തം എടുത്തു വാങ്ങി. ബിക്കോസ് ഐ ബിലീവ്ഡ് ഓക്കെ ഇതൊരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമായിരിക്കും, നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഞാൻ മിണ്ടാണ്ടിരിക്കും തോറും എന്നെ ആൾക്കാർ കല്ലെറിഞ്ഞു. അത് കാരണം ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നാൽ പോലും അന്ന് തുടങ്ങിയ ഹേറ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ പറയുന്ന ആരും വിശ്വസിക്കത്തില്ല. മനസ്സിലായോ? എന്തോരം എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും, ഇനി പോട്ടെ എൻ്റെ ഭാഗത്ത് 100% ശരിയില്ല, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ പോലും ആ ശരികൾ മൊത്തം തെറ്റാക്കിയിട്ടാണ് ആൾക്കാരെ ചിത്രീകരിക്കാറ്. സോ ഇത് അവിടെ നിന്ന് തുടങ്ങിയ ഹേറ്റാണ്. ആൻഡ് ഞാൻ ഇന്ന് ഹക്കീമിൻ്റെ സ്റ്റോറി ഉണ്ട് അബൌട്ട് ദിസ് ഗർഭം, പ്രഗ്നൻസി ഇഷ്യൂ എനിക്ക് അറിയുന്ന സംഭവം കൂടെയാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയുകയും ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ള ആളുമാണ്. അപ്പം നിങ്ങളൊക്കെ ഈ ഇഷ്യൂ അറിയുന്നതിന് ഒരു 3 വർഷം മുന്നേ തുടങ്ങിയ തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ ഞാൻ അതെവിടെയും പറയാനോ കണ്ടന്റ് ആക്കാനോ പോയിട്ടില്ല. എനിക്ക് കണ്ടന്റ് ആക്കാനാണെങ്കിൽ എനിക്ക് കണ്ടന്റ് ആക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇത്രയും സീരിയസ് ഇഷ്യൂ ആയി. ഇത് പെൺപിള്ളേരുടെ കേസും ഇത്രയും ഈ എനിക്കെന്താ പറയാൻ അറിയില്ല. ഈ പ്രഗ്നൻസിയും സംഭവങ്ങളും ഒക്കെ നമ്മുടെ കൈ നിൽക്കുന്ന ഇതിലോട്ട് പോയി, കൈ നിൽക്കാവുന്ന പറ്റാത്ത സാഹചര്യത്തിലോട്ട് പോയി. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഇത് സത്യം അറിയണം. മനസ്സിലായോ? അത്ര എനിക്കുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. നിങ്ങൾ സത്യം കണ്ട് സത്യം ബോധ്യമായിട്ട് അത് വിശ്വസിക്കുക. ഇപ്പം ഹക്കീം ഇട്ട കാര്യമാണേലും ആര് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വിശ്വസിക്കുക. എനിക്ക് അത്ര പറയുള്ളൂ. ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ വരാനുണ്ട്. അതെല്ലാം അപ്പം കണ്ട് ബോധ്യപ്പെട്ട്. ഓരോ ദിവസം കൂടുന്തോറും തൊപ്പിയുടെ വിഷയങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ട് വരുവാണല്ലോ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? കൊള്ളാം. സത്യമായിട്ട് എനിക്ക് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. ഞാനാണെങ്കിൽ ഇന്റർവ്യൂവർ ആയിരുന്നു എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ചാനൽ വെച്ചിട്ട് ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ, ഹോം ടൂർ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചാനലിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എൻ്റെയും തൊപ്പിയുടെയും വെച്ചിട്ട് ഒരുപാട് ഹൈലൈറ്റ്സും എഡിറ്റ്സും കട്ട്സും ഇവരുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ആങ്കറിന് വിറ്റിട്ടാണെങ്കിലും കാശ് മുഖ്യം എന്ന് പറയുന്ന ഈ ചാനൽ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് അവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ കാര്യം നോക്കി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഈ പഴയ ഇന്റർവ്യൂ കട്ട്സും ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇട്ട്, ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ലൈക്ക് എല്ലാവരും ചിലപ്പോൾ അന്ന് ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഹോം ടൂറോ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഒരുമാതിരി കൊനസ്റ്റ് ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഇപ്പോഴും അവരത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ താഴെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു, ഇവളെയും അറസ്റ്റ് ചെയ്യണം, ഇവളെയും ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഇന്റർവ്യൂ കട്ട്സ് ഇപ്പോഴും പോസ്റ്റ് ചെയ്ത് പിന്നെയും റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാനലിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കോണ്ടന്റ് ആണ്, നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പിച്ചച്ചട്ടിയും കൈയിട്ട് വരി റീച്ച് അങ്ങനെ കുറെ എണ്ണം ഇന്റർവ്യൂവറെ വിറ്റ് കാശുണ്ടാക്കുന്നത് ചുമ്മാ അല്ല. ഇതെല്ലാം ഇപ്പോഴാ ഇതെല്ലാം പുറത്തു വരുന്നത്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു.